രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കൊപ്പം മത സാമുദായിക സംഘടനാ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരത്തോടെ പമ്പയിലെത്തും. MG പ്രതീഷ് പമ്പയിൽ നിന്ന് നമുക്കൊപ്പം ചേരും. അതുപോലെ R ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം പ്രതീഷിലേക്ക്. ഗുഡ് മോർണിംഗ് പ്രതീഷ് ആൻഡ് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ഈ പമ്പയിൽ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എന്ന് മനസ്സിലാക്കുന്നു. എല്ലാം പൂർത്തിയായതായും വിവരമുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. പമ്പ മണൽപ്പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വേദികളിലാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ അയ്യപ്പ സംഗമം നടക്കുന്ന പ്രധാന വേദിയായ തത്വമസിയിലാണ്. ഈ വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ഏകദേശം 3700ഓളം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് ഈ വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. 3000 പ്രതിനിധികളായിരിക്കും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ടെങ്കിലും 3700ഓളം പേർ ഈ പരിപാടിയിൽ എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെത്തും. നാളെ രാവിലെ 6 മണിക്ക് ഈ പ്രധാന വേദിക്ക് മുന്നിലുള്ള ഒരു കൗണ്ടറിലാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം 9:30 തന്നെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും. 10 മണിയോടുകൂടി ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിക്കൊപ്പം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഈ സംസ്ഥാനത്തെ തന്നെ 7 മന്ത്രിമാർ, മറ്റ് മത സാമുദായ സംഘടനാ നേതാക്കളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള ചർച്ചകളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കുന്നത്. 3 വിഷയങ്ങളായിരിക്കും ചർച്ചകൾ നടക്കുക. പ്രധാനപ്പെട്ട വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ചർച്ച നടക്കും. ശബരിമലയുടെ അടിസ്ഥാന വികസനം, ഒപ്പം പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും ചർച്ച നടക്കുന്നത്. മറ്റൊരു വേദിയിൽ ആത്മീയ ടൂറിസമാണ് വിഷയം. മറ്റ് ആത്മീയ കേന്ദ്രങ്ങളെ ശബരിമലയുമായി ബന്ധിപ്പിക്കുക, ഇതായിരിക്കും പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. മറ്റൊന്ന്, ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന വിഷയത്തിലും ചർച്ചകൾ നടക്കും. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഈ ചർച്ചകൾ നിയന്ത്രിക്കുന്നത്. അതിനുശേഷം ഈ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ അതിൽ നിന്നൊരു പൊതുവായ അഭിപ്രായം രൂപീകരിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒപ്പം ഈ സ്പോൺസർമാർ വഴി ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന സ്പോൺസർമാരിലൂടെ ഭാവിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് പോകാനാണ് സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രയൽ നടക്കും. അതിനുശേഷമായിരിക്കും ഈ നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാകുമെന്നതാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. ഒപ്പം സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ നടക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മുഖ്യമന്ത്രി പമ്പയിലെത്തും. ഈ ദേവസ്വം ഗസ്റ്റ് ഹൌസിലായിരിക്കും മുഖ്യമന്ത്രി താമസിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിനിധികളെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ വിവരങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമം ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുന്നുണ്ട്. ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലാണ്. മതത്തെയും ദൈവത്തെയും ഒക്കെ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് കൂട്ടിക്കുഴയ്ക്കുന്ന പല ആളുകൾക്കും എന്ത് പറയണമെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുകയാണ്. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി മധ്യേ എന്ന് കവി പറഞ്ഞതുപോലുള്ള അവസ്ഥയാണ്. പമ്പയിൽ നിന്ന് R ശ്രീജിത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ കൂടിപൊട്ടി വരുന്ന ഈ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഒരു ഇടത് സർക്കാരിന്റെ കാലത്ത് ഇതാദ്യമായാണ് ശബരിമല ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് യുവതി പ്രവേശന കാലത്തുണ്ടായ വിവാദങ്ങൾ കൂടി പരിഹരിക്കുന്നതിനും ശബരിമലയുടെ വികസന കാര്യത്തിൽ ഇടത് സർക്കാരുകൾ പുലർത്തുന്ന പ്രത്യേക ശ്രദ്ധയെപ്പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം പ്രമാണിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച മുതൽ വിവാദങ്ങളുടെ അകമ്പടിയും ഇതിനുണ്ട്.
എന്തായാലും വിവാദങ്ങൾക്കിടെ അയ്യപ്പ സംഗമം യാഥാർത്ഥ്യമാവുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ പിന്തുണയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ പിടിവള്ളിയായത്. NSSും SNDP യോഗവും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ രാഷ്ട്രീയ വിവാദങ്ങളെ വകഞ്ഞുമാറ്റി മുന്നോട്ടേക്ക് വരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് സാമുദായിക സംഘടനകളും ഇക്കാര്യത്തിൽ സജീവമായി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്നെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളിൽ അകമ്പടിയുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇക്കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശബരിമലയുടെ കാര്യത്തിൽ ഒരു സവിശേഷ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സവിശേഷമായ തീരുമാനങ്ങളും മറ്റും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പൊതുജന ശ്രദ്ധ ആകർഷിക്കുകയും ഒപ്പം തന്നെ നിക്ഷേപം സമാഹരിക്കുകയുമാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. എങ്കിലും രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് വർഷത്തിൽ നടത്തുന്ന ഈ ഇടപെടലിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന കാര്യം നിശ്ചയമായും നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഈ കാര്യത്തിൽ നാളെ നടക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയും. യുവതീ പ്രവേശന കാര്യത്തിൽ നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാത്തതാണ് UDFനും BJPയും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ SKN സൂചിപ്പിച്ച പോലെ ആർക്കും തള്ളാനും കൊള്ളാനും വയ്യാത്ത സ്ഥിതിയുണ്ട്. UDF ഒരു ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നില്ലെന്നേ ഉള്ളൂ, അവർ ഇതിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, R. ശ്രീജിത്താണ് പമ്പയിൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.